ചരിത്രവും പ്രകൃതിയും ഒരുപോലെ അനുഗ്രഹിച്ചിടം അതാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ. ഋഗ്വേദങ്ങൾക്കനുസരിച്ച് നിറം മാറുന്ന ഒരു കുന്നിൻ പ്രദേശം. മഴ തുടങ്ങിയാൽ മാടായിപ്പാറ പച്ച പുതയ്ക്കും. ജൂലൈ അവസാനത്തോടെ കാക്കപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങും. പിന്നീട് ഒരു മാസത്തോളം മാടായിപ്പാറയിൽ നീലപ്പൂക്കൾ വിരിഞ്ഞു നിറഞ്ഞങ്ങനെ നിൽക്കും. ഓണം വരവായെന്ന ഓർമ്മപ്പെടുത്തലാണ് മലബാറിലെ മാടായിപ്പാറയിലെ ചെങ്കൽപ്പാറകളിൽ വിരിയുന്ന കാക്കപ്പൂക്കൾ. ഓണം ആഘോഷിക്കാൻ ഇനിയും ദിവസങ്ങളുണ്ട്. ചിങ്ങമാസവും എത്തിയിട്ടില്ല. എങ്കിലും സമൃദ്ധിയുടെ ദിനങ്ങളെ സ്വീകരിക്കാൻ മാടായിപ്പാറ നീലയണിഞ്ഞു കഴിഞ്ഞു. മഴ കുറഞ്ഞ് മാനം തെളിഞ്ഞതോടെ കാക്കപ്പൂവ് വിരിഞ്ഞു നിൽക്കുന്ന മാടായിപ്പാറയിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് ദിവസവും എത്തുന്നത്. ഏഴിമലയുടെ താഴ്വാരത്തിലെ ഈ നീലവസന്തം സഞ്ചാരികൾക്കും മറ്റുള്ളവർക്കും ഒരുപോലെ ആകർഷകമാണ്. സെപ്റ്റംബറോടെ വെള്ളനിറത്തിൽ ചൂതുപൂവ് മാത്രമായിരിക്കും ഇവിടെ. അപൂർവമായി മാത്രം കാണുന്ന കൃഷ്ണപ്പൂവും മാടായിപ്പാറയുടെ സൗന്ദര്യമാണ്. ഇരപിടിയൻ സസ്യങ്ങളും ഇവിടത്തെ പ്രത്യേകതയാണ്. ഓരോ ഋതുവിലും വേഷം മാറുന്നു എന്നത് 600 ഏക്കർ വിസ്തൃതിയുള്ള ഈ പാറയുടെ മാത്രം പ്രത്യേകതയാണ്. ജൈവ വൈവിധ്യങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംഗമ ഭൂമിയാണ് മാടായിപ്പാറ. കാക്കപ്പൂവിനോടൊപ്പം കൃഷ്ണപ്പൂവ്, ചൂത്, തുമ്പപ്പൂവ്, എള്ളിൻ പൂവ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പൂക്കളും മാടായിപ്പാറയിലുണ്ട്. വേനലിലും വറ്റാത്ത വടുകുന്ത തടാകവും ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളായ ജൂതക്കുളവും ടിപ്പുവിന്റെ പടയോട്ടവുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകൾ കൊണ്ടും ശ്രദ്ധേയമാണ് മാടായിപ്പാറ. ഇന്നറിയാൻ കണ്ണൂർ.